മലബാറിലേക്ക് പോകാം. സാനിയോ മനോമി തയ്യാറായി നിൽക്കുന്നുണ്ട്. സാനിയോ, ഗുഡ് മോർണിംഗ്. ഗുഡായ ഒരു മോർണിംഗ് തന്നെയാണോ? മലബാറിൽ നിന്ന് ഇപ്പോ നമ്മൾ പങ്കുവയ്ക്കാനുള്ള സങ്കടകരമായ വാർത്തകളാണല്ലേ സാനിയോ? അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ സങ്കടകരമായ വാർത്തകളുമുണ്ട്. അതെ, രോഗി ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് വരുന്നത്. തലശ്ശേരി സ്വദേശി അസ്കറാണ് മരിച്ചത്. എന്താണ് സംഭവിച്ചത് സാനിയോ? ഇന്ന് പുലർച്ചെ ഒരു 1:15 സംഭവം. അതായത് അദ്ദേഹത്തിന് പാൻക്രിയാസിന് അസുഖവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിൽ എത്തിയതായിരുന്നു. അപ്പോഴാണ് 1:15 ആ വാർഡിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് അപ്പോൾ തന്നെ കാഷ്വാലിറ്റിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്താണ് മരണകാരണം എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. തലശ്ശേരി സ്വദേശി അസ്കറാണ് മരിച്ചത്. ഓക്കെ, ഈ പുൽപ്പള്ളിയിലെ കടുവ ആക്രമണം, അതിനെക്കുറിച്ച് ഇപ്പോൾ പ്രേക്ഷകർ പോലും ചോദിക്കുന്നുണ്ട് എന്തായി കടുവയുടെ കാര്യം. പക്ഷേ വീണ്ടും കടുവാക്രമണം നടന്നിരിക്കുന്നു അല്ലേ? ഊട്ടിക്കവല പായിക്കണ്ടത്തിൽ ബിജുവിന്റെ ആടിനെ കടുവ ആക്രമിച്ചു കൊന്നുവെങ്കിൽ കുറച്ച് ദിവസങ്ങളായി വയനാട്ടിൽ കടുവയാണല്ലോ സാനിയ, എന്താണ്? അതെ, അതായത് 7-ാം തീയതി മുതൽ കടുവ വന്നതാണ്. 7-ാം തീയതിയാണ് ആദ്യമായി കടുവയെ കണ്ടത്. പക്ഷേ ഇന്നിപ്പോൾ 14-ാം തീയതി, അതായത് ഒരാഴ്ചയായിട്ടും കടുവയെ പിടികൂടാനാവുന്നില്ല എന്നുള്ളതാണ്. കർണാടക വനമേഖലയിൽ നിന്നാണ് ഈ കടുവ ഇറങ്ങിയത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല ആരോഗ്യം മോശമായ കടുവയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വീട്ടിലും മറ്റും കയറി ഈ വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ ഊട്ടിക്കവല പായിക്കണ്ടത്തിൽ ബിജുവിൻ്റെ ആടിനെയാണ് കടുവ ആക്രമിച്ചു കൊല്ലുന്ന സാഹചര്യം ഉണ്ടായത്. വീട്ടുകാരെത്തി ബഹളമുണ്ടാക്കിയതോടെ കടുവ ഓടിപ്പോവുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും, ഇന്നലെയും അതിൻ്റെ തലേദിവസവും ഒക്കെയും ഇങ്ങനെ ആടിനെ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് അതിന് മറ്റ് വേട്ടയാടാനുള്ള കഴിവുകളില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ പ്രദേശത്ത് ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നാട്ടുകാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധത്തിലൊക്കെ ആയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയൊക്കെ കുങ്കിയാനകളെയൊക്കെ കൊണ്ടുവന്ന് ഈ പരിശോധനയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. ശരി, അതാണ് ഈ കടുവയുടെ കാര്യം. വെങ്കി NM വിജയന്റെ ആത്മഹത്യയിൽ പ്രതിചേർത്തിന് പിന്നാലെ IC ബാലകൃഷ്ണ മണ്ഡലത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അപ്പൊ സാനിയോ, അദ്ദേഹത്തിനെതിരെ കൂടുതൽ പരാതികൾ പുറത്തേക്ക് വരുന്നുണ്ട് അല്ലേ? അതെ, അതായത് പ്രതി ചേർത്ത് 15-ാം തീയതി വരെ അറസ്റ്റ് ഉണ്ടാവാൻ പാടില്ല എന്ന് കോടതി വാക്കാൽ നിർദ്ദേശിച്ചിട്ട് പോലും IC ബാലകൃഷ്ണൻ മണ്ഡലത്തിലേക്കോ അല്ലെങ്കിൽ ജില്ലയിലേക്കോ തിരിച്ചു വന്നിട്ടില്ല എന്നതാണ്. അദ്ദേഹം പക്ഷേ അതിന് വിശദീകരണം നൽകുന്നത് ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിനായി കർണാടകയിൽ പോയതാണെന്നാണ്. പക്ഷേ അവിടെ ഇപ്പോഴും തങ്ങുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും കൂടുതൽ പരാതികൾ, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് അല്പസമയത്തിനകം തന്നെ എത്തിക്കാനാകുമെന്നാണ് കരുതുന്നത്. കൂടുതൽ പരാതികൾ അദ്ദേഹത്തിനെതിരെയും മുൻ PAക്കെതിരെയും ഒക്കെ വരികയാണ്. ആ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരണം. ഏതായാലും ഇന്നലെ CPM ജില്ലാ സെക്രട്ടറിയും അതുപോലെ CPM സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ പ്രതിപക്ഷ നേതാവും ഒക്കെ NM വിജയന്റെ വീട് സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. CPM ഏതായാലും ഈ വിഷയത്തിൽ സമരം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പരാതിയുടെ വിശദാംശങ്ങളൊക്കെ നമുക്ക് അല്പസമയത്തിനകം എത്തിക്കാം. അടുത്ത മണിക്കൂറുകളിൽ അതിന്റെ അപ്ഡേറ്റുകളൊക്കെ സാനിയോ തന്നെ പങ്കുവയ്ക്കും. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തിലേക്ക് വരികയാണെങ്കിൽ ആ പ്രതിസന്ധി രൂക്ഷമാവുകയാണ് കേട്ടോ. അപ്പൊ വിതരണം നിർത്തുമെന്ന് കമ്പനികൾ പറയുന്നുണ്ട്. അതിന്റെ ഒരു അവസ്ഥ എന്താണ് സാനിയോ? ഈ സമരവുമായി സംഘടനകൾ രംഗത്തുണ്ടല്ലേ? അതെ, സമരവുമായി ഇന്നലെ നമ്മൾ കണ്ടതാണ്. യൂത്ത് ലീഗിന്റെ ഒക്കെ വലിയ സമരങ്ങൾ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. വെൽഫെയർ പാർട്ടിയുടെ സമരം നടന്നിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ തന്നെ നേതൃത്വത്തിലുള്ള സമരമാണ് നടക്കുന്നത്. രാവിലെ 10 മണിക്ക് DCC അധ്യക്ഷൻ സമരം ഉദ്ഘാടനം ചെയ്യും. അതായത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ മാസവും ഇങ്ങനെ കുടിശ്ശിക വരാറുണ്ട്. അപ്പോൾ അത് കുറച്ച് കൊടുത്തു തീർക്കും, പിന്നീട് വീണ്ടും കുടിശ്ശികയാവും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മരുന്ന് കമ്പനികൾക്ക് വലിയ പ്രയാസമാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നതെന്നാണ് വിതരണക്കാരൊക്കെ പറയുന്നത്. കാരണം 90 കോടി 100 കോടിക്ക് മുകളിലൊക്കെ പലപ്പോഴും കൊടുക്കാനാവുകയാണ്. അപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ്, ഫാർമസിയിൽ പലയിടത്തും പല അവശ്യ മരുന്നുകൾ പോലും ഇല്ലാതിരുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ ആളുകളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ബുദ്ധിമുട്ട് തന്നെയാണ് അത് രോഗികളെ സംബന്ധിച്ചൊക്കെ. അപ്പോൾ